ഞാനിവിടെ ഐലൻഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പെരിമീറ്റർ കാണേണ്ടത്, ഏതൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം അതിൻ്റെ ലെങ്സ് നമ്മൾ കവർ ചെയ്യരുത്, ഏതൊക്കെ ലെങ്സ് നമ്മൾ കവർ ചെയ്യണം, ഇങ്ങനെയുള്ള രണ്ട് കൺസെപ്റ്റുകൾ ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇതിൽ രണ്ട് തരത്തിൽ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താം. അത് രണ്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഐലൻഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ റോ കോളം തന്നിട്ടുണ്ട്. റെപ്രസെന്റിങ് എ മാപ്പ് വേർ ഗ്രിഡ് ഓഫ് ഐ ജെ ഈക്വൽ ടു 1 റെപ്രസെന്റ് ലാൻഡ് ആൻഡ് ഗ്രിഡ് ഓഫ് ഐ ജെ ഈക്വൽ ടു 0 റെപ്രസെന്റ് വാട്ടർ. അപ്പോൾ നമ്മുടെ മെട്രിക്സിൽ 0 എന്ന വാട്ടർ ആണെന്നും 1 എന്ന ലാൻഡ് ആണെന്നും പറയുന്നുണ്ട്. ഹൊറിസോണ്ടലി വെർട്ടിക്കലി നോട്ട് ഡയഗണലി. ഗ്രിഡ് സെൽസ് ആർ കണക്റ്റഡ് ഹൊറിസോണ്ടലി വെർട്ടിക്കലി നോട്ട് ഡയഗണലി. അപ്പോൾ ഡയഗണൽ ആയിട്ടല്ല കണക്ട് ചെയ്തിട്ടുണ്ട്, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ടല്ല കണക്ട് ചെയ്യുന്നത്. ഗ്രിഡ് ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ വാട്ടർ ആൻഡ് ദർ ഇസ് എക്സാക്ട്ലി വൺ ഐലൻഡ്, വൺ ഓർ മോർ കണക്റ്റഡ് ലാൻഡ് സെൽസ്. ഓ, ഒറ്റ ഐലൻഡേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ ലാൻഡ് സെൽസ് കണക്ട് ആയിട്ടാണ് ഒരു ഐലൻഡ് ഫോം ചെയ്യുന്നത്. Islands doesn't have lakes, meaning the water inside isn't connected to the water around the island. One cell is a square with side length 1. Grid is rectangular, width and height don't exceed 100. Determine the perimeter of the island. അപ്പോൾ ആകെ ഒരൊറ്റ ഐലൻഡേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ, ബാക്കിയൊക്കെ ലേക്കാണ്. അപ്പോൾ ഈ ഐലൻഡിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നാ പറയുന്നത്. 0 1 0 0 1 1 1 0 0 1 0 0 1 1 0 0 ആണെന്നാണ് ഇതിന്റെ. അപ്പൊ ഇതിൽ എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിച്ച് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ 16 എന്നുള്ള പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഔട്ട്സൈഡ് വാല്യൂസ് ആണ് നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഇൻസൈഡ് വാല്യൂസ് ആവശ്യമില്ല, നമുക്ക് ഔട്ട്സൈഡ് വാല്യൂസ് മാത്രമാണ് നമ്മുടെ പെരിമീറ്ററിന് ഫോം ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തൊട്ടടുത്ത് വല്ല വേറൊരു വണ്ണ് ആയിട്ടുള്ള വാല്യൂ വരുമ്പോൾ നമുക്ക് എന്താണ് പെരിമീറ്റർ നമുക്ക് ആ ഒരു വാല്യൂവിൻ്റെ ആ ഒരു വാല്യൂവിൻ്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം തോന്നുന്നുണ്ട്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി വൃത്തിയായിട്ട് എങ്ങനെയാണ് വരേണ്ടതെന്നുള്ളത്. ഗ്രിഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ ഇതിൽ ആകെ വണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 4 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഗ്രിഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 1 ഒരു 1 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഇടുമ്പോൾ തന്നെ അതിന്റെ എന്താണ് അതൊരു സിംഗിൾ ഇതായി മാറും, സിംഗിൾ സ്ക്വയർ ആയി മാറും. അപ്പൊ അതിന് 4 വരും, 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. ഇതിനെന്താണ് അതേപോലെ തന്നെ ഇതിന് 1 വരും, 0 വന്നാലും ഇതിന്റെ എന്താണ് സിംഗിൾ 1 എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ എന്താണ് 4 ആണ്. അപ്പോൾ അതെന്താണ് ടോട്ടലി 4 ആയിട്ട് മാറും. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സാമ്പിൾ എടുക്കാം. ഇതിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുമ്പോൾ നമുക്ക് എന്താണ് 15 ആണ് വരുന്നത്. കാരണം നമുക്ക് എന്താണ് ഈ ഗ്യാപ്പുകളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്, ഇത് യൂസ് ചെയ്യരുത്, ഈ ഗ്യാപ്പ് യൂസ് ചെയ്യരുത്, ഇവിടെ യൂസ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഈ 15 ഇട്ടുണ്ട്. അത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യത്തെ തരത്തിലാണ് ചെയ്തത്. നമുക്ക് എന്താണ് മുകളിലും ടോപ്പിലും ലെഫ്റ്റിലും റൈറ്റിലും നോക്കിയിട്ട് നമുക്ക് അതിന്റെ പെരിമീറ്റർ കണക്കാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പെരിമീറ്റർ കുറയ്ക്കുക, ഓൾറെഡി സ്ക്വയേഴ്സ് അവൈലബിൾ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതില് നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് ഫസ്റ്റ് നമുക്ക് ഞാൻ ഏത് ട്രാവേഴ്സിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആദ്യം നമ്മുടെ റോസ് ഇനീഷ്യലൈസ് ചെയ്യണം, കോളംസ് ഇനീഷ്യലൈസ് ചെയ്യണം. ഇത് നമ്മൾ റോയില് മൂവ് ചെയ്യുക, ജെ കോളമിൽ മൂവ് ചെയ്യുക. ഇത് നമ്മുടെ മാൻഡേറ്ററി കേസ് പോലെയാണ് അധികമുള്ള മാട്രിക്സ് ട്രാവേഴ്സിന്റെ ക്വസ്റ്റ്യൻസിനും. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണത് ആകെ ഗ്രിഡില് ഈ ജെയില് നമ്മുടെ 1 വന്നോ, ഒരു ഐലൻഡിന്റെ ഒരു ലാൻഡ് പ്രസന്റ് ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ലെഫ്റ്റില് അവൈലബിൾ ആണോ നോക്കുക. അങ്ങനെ ലെഫ്റ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരിമീറ്ററിന് ഒന്ന് മൈനസ് ചെയ്യാം. ഇവിടെ ഇത് വരുന്ന സമയത്ത് നമ്മൾ പെരിമീറ്റർ പ്ലസ് ഈക്വൽ ടു 4 എന്ന് എഴുതണേ. കാരണം നമ്മൾ ലാൻഡ് കണ്ടുപിടിക്കുമ്പോൾ പിന്നെ അതിന്റെ പെരിമീറ്റർ 4 ആണ് എഴുതണം. ലെഫ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈനസ് ഈക്വൽ ടു 1 എഴുതുക. ഇതേപോലെ നമ്മൾ റൈറ്റിൽ ഉണ്ടോ എന്ന് നോക്കുക, അതേപോലെ തന്നെ നമ്മൾ ബോട്ടത്തിൽ ഉണ്ടോ നോക്കുക, അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൽ ഉണ്ടോ നോക്കുക. അപ്പോഴൊക്കെ നമ്മൾ എന്ത് വെച്ചാൽ പെരിമീറ്ററിന് ഒന്ന് മൈനസ് ചെയ്യാം, പെരിമീറ്ററിന് ഒന്ന് മൈനസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും പെരിമീറ്ററിന് ഒന്ന് മൈനസ് ചെയ്യാം. നമുക്ക് അപ്പൊ നമുക്ക് എന്തിട്ടും ഡയറക്റ്റ് നമുക്ക് കിട്ടേണ്ട വാല്യൂ നമുക്ക് പുറത്ത് കിട്ടും. അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ കൂടുതൽ ഇഫ് കണ്ടീഷൻസിന്റെ കൂടുതലായിട്ട് ഒരു ഇതുണ്ട്. അതിൽ 4 ഇഫ് കണ്ടീഷൻസ് വന്നു. അപ്പൊ നമുക്ക് 4 ഇഫ് കണ്ടീഷൻസിന്റെ ആവശ്യമില്ല, നമുക്കിത് വെറും 2 ഇഫ് കണ്ടീഷൻസ് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രാവേഴ്സിൽ വരുമ്പോൾ നമ്മുടെ ട്രാവേഴ്സൽ കണ്ടീഷനിൽ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ ലെഫ്റ്റും ബോട്ടം നമ്മൾ കവർ ചെയ്യുമെന്ന് മാത്രം നോക്കണ്ട. അപ്പൊ നമുക്ക് ഇഫ് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ലെഫ്റ്റ് ആൻഡ് ഐ ഗ്രേറ്റർ ദാൻ 0, ഐ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുകയാണ്. കാരണം ലെഫ്റ്റിൽ പറയുമ്പോൾ നമ്മുടെ ഗ്രിഡ് ഓഫ്
ഐ മൈനസ് 1 ജെ എന്നാണ് വരിക. അപ്പൊ ഐ ഗ്രേറ്റർ ദാൻ 0 ആണ് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലെഫ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് ആണെങ്കിൽ ഗ്രിഡ് ഓഫ് ഐ മൈനസ് 1 ജെ ആണ്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ എന്താ ഈ വാല്യൂന്റെ പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു 2 എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇപ്പൊ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻഡ് ജെ ഗ്രേറ്റർ ദാൻ 0 അല്ല, റൈറ്റ് അല്ലേ ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബോട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ല ടോപ്പാണ് ചെക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ടോപ്പും ലെഫ്റ്റും നമ്മൾ ചെക്ക് ചെയ്ത് വരേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ജെ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഗ്രിഡ് ഓഫ് ഐ ജെ മൈനസ് 1 ആണ് വരുന്നത്. നമുക്ക് എന്താണ് ടോപ്പ് ആൻഡ് ജെ ഈക്വൽ 0, ജെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താണ് പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനത്തെ ഈ രണ്ട് കണ്ടീഷൻ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്താണ് ലെഫ്റ്റും ടോപ്പും തന്നെ നമ്മൾ കണക്കാക്കിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് പെരിമീറ്റർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവസാനം നമ്മൾ എന്താണ് പെരിമീറ്റർ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് വെച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കണ്ടീഷൻസ് അതേപോലെ തന്നെയാണ് എഴുതുന്നത്. എന്താണ് ലെങ്ത് ഓഫ് ഗ്രിഡും ലെങ്ത് ഓഫ് ഗ്രിഡ് ഓഫ് 0 ആണ് എഴുതുന്നത്. ഇത് നമ്മുടെ എന്താണ് റോസും കോളംസും കിട്ടുന്നു. പിന്നെ നമുക്ക് എന്താണ് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് റോസും ഫോർ ജെ ഇൻ റേഞ്ച് ഓഫ് കോളംസും എഴുതുന്നുണ്ട്. നമ്മൾ ഗ്രിഡ് ഓഫ് ഐ ജെ ഈക്വൽ ടു 1 എഴുതുന്നു, പെരിമീറ്റർ പ്ലസ് ഈക്വൽ ടു 4 എന്ന് എഴുതുന്നു. നമ്മൾ എന്താണ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നു, പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു 1 ഐ അതേപോലെ ഐ പ്ലസ് 1 നമ്മൾ ചെയ്ത് നോക്കുന്നു. അതേപോലെ നമുക്ക് എന്താണ് ജെ പ്ലസ് 1 ചെയ്ത് നോക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് ഐ മൈനസ് 1 ചെയ്ത് നോക്കുന്നു. അതേപോലെ ജെ മൈനസ് 1 ചെയ്ത് നോക്കുന്നു. ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് ബോട്ടം ഇത് നാലും കവർ ചെയ്യുന്നു. പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു 1 എഴുതുമ്പോൾ പെരിമീറ്റർ കിട്ടുന്നു. ഇതെന്താണ് ഇത് ഈ കേസ് എന്താണ് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇതേ കണ്ടീഷൻസ് തന്നെ നമ്മൾ വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഇതിലേക്കും കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെടുക്കുക ഐ ഗ്രേറ്റർ ദാൻ 0 എന്നും ജെ ഗ്രേറ്റർ ദാൻ 0 എന്നും കൊടുത്തിട്ട് നമുക്ക് എന്താണ് പെരിമീറ്റർ മൈനസ് 1 മൈനസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ കണ്ടീഷൻ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ് രണ്ട് ഇഫ് കണ്ടീഷൻസ് നമുക്ക് ഒഴിവാക്കാം. നോക്കി നോക്കാം എന്താണ് അതും ആക്സെപ്റ്റഡ് ആണ്. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അതും അതെ നിയർ ടു സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ, നിയർ ടു സെയിം തന്നെയാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. നമുക്ക് എന്താണ് ഏറ്റവും ചെറുത് കാണിക്കേണ്ടതെന്ന് വാല്യൂ നോക്കി നോക്കാം. നമുക്ക് ചെറുത് നോക്കുമ്പോൾ കണ്ടോ സെയിം ആയിട്ടുള്ള നമ്മുടെ അതേ തന്നെയാണ്. പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു പെരിമീറ്റർ മൈനസ് ഈക്വൽ ടു ഓക്കെ അല്ലേ. ഇതിലൊരു മാറ്റമൊന്നുമില്ല. ഇതിലിപ്പോൾ എന്താണ് ഗ്രിഡ് ഓഫ് ഐ എന്ന് കൊടുത്തുന്നു. അപ്പൊ നമുക്ക് ഇവരെന്താണ് ഗ്രിഡ് എന്ന് പറയുന്നത് ഈ ഐനനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യണം എന്നാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഫുൾ ആയിട്ടുള്ള റോ കോളംസ് ഫുൾ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിഡ് ഓഫ് ഐയും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കണ്ടതിന് നന്ദി. താങ്ക് യു.